സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷത്തിന് മുന്നോടിയായി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണ സംവിധാനം. ദേശീയപാത കടന്നുപോകുന്ന 56 ഇടങ്ങളിൽ അപകട സാധ്യത പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായതോടെ തീരദേശവാസികൾ ആശങ്കയിൽ. മിക്കയിടങ്ങളിലും കടൽ ഭീതി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നു. മുൻ വർഷങ്ങളിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. കൗതുക കാഴ്ചയുമായി കുട്ടിക്കച്ചവടക്കാർ. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഇത്തരം കാഴ്ചകൾ നൽകുന്നത്. ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപം അക്വേഷ്യ മരം കടപുഴുകി വീണു. മംഗളൂരു ഭാഗത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നു പോകും മുമ്പായിരുന്നു സംഭവം. പൊട്ടിയ റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാവും. വാർത്തകൾ വിശദമായി. കാലവർഷത്തിന് മുന്നോടിയായി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണ സംവിധാനം. ദേശീയപാത കടന്നുപോകുന്ന 56 ഇടങ്ങളിൽ അപകട സാധ്യത പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി. അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിവിധ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു. ദേശീയപാത 66ന്റെ പണി പുരോഗമിക്കുന്ന ജില്ലയിലെ 56 ഇടങ്ങളിലാണ് അപകട സാധ്യത കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് കണ്ടെത്തൽ. ചെർക്കള, കുണ്ടടുക്കം, മട്ടലായി, വീരമലക്കുന്ന് എന്നിവിടങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. കാലവർഷം ആരംഭിക്കുന്നതിനു മുമ്പേ റോഡിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണും ചെളിയും ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും പതിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മട്ടലായിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചിരുന്നു. ജില്ലയിലെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെർക്കള വരെ 90% പണി പൂർത്തിയായി. മേഘ കൺസ്ട്രക്ഷന്റെ കീഴിലുള്ള 2ാം റീച്ചിലാണ് ഗൌരവപരമായ അപകട സാധ്യതകൾ കണ്ടെത്തിയിരിക്കുന്നത്. കാര്യങ്കോട് വേളുവയൽ പാലത്തിന്റെ 2 സ്പാനിന് ഇടയിലുള്ള മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നുവരികയാണ്. കൂടാതെ ഡ്രെയിനേജ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച, ചട്ടഞ്ചാൽ പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ബേവിഞ്ചയിൽ ദേശീയപാതയുടെ സമീപത്തായി 150 കുടുംബങ്ങളാണുള്ളത്. വീരമലക്കുന്നിന്റെ പരിസരത്ത് ഒരു ഹോട്ടലും 10 വീടുകളുമാണുള്ളത്. മട്ടലായിക്കുന്നിന്റെ പരിസരത്ത് 15 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവശ്യഘട്ടത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമായ ഗതാഗത നിയന്ത്രണ സംവിധാനവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മട്ടലായിക്കുന്നിലെ ഇലക്ട്രിക് ലൈൻ സംബന്ധിച്ച വിഷയവും KSEB പരിഗണിച്ചു വരികയാണ്. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിയൻകൂലം അകത്തെ കലശം ഭക്തിയുടെ നിറവിൽ നടന്നു. മണാളൻ, മണാട്ടി, മഞ്ഞാളിയമ്മ തയ്യക്കോലങ്ങൾ നിറഞ്ഞാടി. ചരിത്രപ്രസിദ്ധമായ മടിയൻകൂലോം കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അകത്തെ കലശം നടന്നു. കിഴക്കുംകര ഇളയടത്ത് കുതിര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ കലശത്തട്ടും പൂക്കളും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള കാഴ്ചസംഘം എത്തിച്ചേർന്നതോടെ മഴയുടെ പശ്ചാത്തലത്തിൽ അകത്തെ കലശത്തിന് കേളികൊട്ടുയർന്നു. തുടർന്ന് അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നും കലശത്തട്ടും കലശപാത്രവും പൂക്കളുമായി ഇരു സംഘങ്ങളും എത്തിച്ചേർന്നതോടെ അണിയറയിൽ തെയ്യക്കോലങ്ങൾ അണിഞ്ഞൊരുങ്ങി. ക്ഷേത്ര തിരുനടയിൽ ആദ്യം എത്തിച്ചേർന്നത് മണാളനും മണാട്ടിയും തെയ്യക്കോലങ്ങളാണ്. ഇവർ ക്ഷേത്ര തിരുനടയിൽ നിറഞ്ഞാടി വലം വച്ച ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി അരങ്ങൊഴിഞ്ഞതോടെ മാഞ്ഞാളിയമ്മ ക്ഷേത്ര തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു.
മാഞ്ഞാളിയമ്മ തിരുമുടിയേറ്റിയതോടെ 3 കലശങ്ങളും തലയിലേന്തി ഭക്തജനങ്ങളുടെ ആയം മൂളലോടെ അകത്തെ കലശ മഹോത്സവത്തിന്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് കലശങ്ങളുടെ വലംവെപ്പ് കാഴ്ച ഏറെ മനോഹരമായിരുന്നു. മാഞ്ഞാളിയമ്മ തെയ്യക്കോലം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നേരിയ മഴയുടെ പശ്ചാത്തലത്തിൽ തിരുനർത്തനം ചെയ്ത ക്ഷേത്രം വലം വെച്ച് ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്ത് അരങ്ങൊഴിഞ്ഞതോടെ അകത്തെ കലശത്തിന് പരിസമാപ്തിയായി. മടിയൻകൂലും കലശോത്സവ സമാപനത്തോടെ അള്ളടമുക്കാദം നാട്ടിലെ ഒരു തെയ്യാട്ടക്കാലത്തിന് കൂടി സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായതോടെ തീരദേശവാസികൾ ആശങ്കയിൽ. മിക്കയിടങ്ങളിലും കടൽ ഭീതി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നു. മുൻ വർഷങ്ങളിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് തീരദേശ ജനതയുടെ ആവശ്യം. ഒരു കാലവർഷം കൂടി വന്നെത്തുമ്പോൾ ആദിയോടെ കഴിയുകയാണ് കാസർഗോട്ടെ തീരദേശവാസികൾ. മിക്കയിടങ്ങളിലും കടൽ ഭിത്തിയില്ലാത്തതിനാൽ ഏതു സമയത്തും തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ. കടൽ ഭിത്തി നിർമ്മിച്ച പ്രദേശങ്ങളാകട്ടെ ഇവ തകർന്ന അവസ്ഥയിലുമാണ്. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആശ്വസിപ്പിക്കാൻ എത്തുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. ഇന്നീ പ്രദേശം ഒരു ദുരന്ത മുഖം ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കടൽ, ഈ ചെറിയ മണൽത്തിട്ട കടന്നുകൊണ്ട് എപ്പോഴാണ് ഈ പ്രദേശത്തെ കയറി വരിക എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ഇവിടുത്തെ സമൂഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ബന്ധപ്പെട്ടവരെ നേരത്തെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ അതിനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയായി കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനൊരു പരിഹാരം കാണാവുന്ന മറ്റൊരു സംവിധാനമാണ് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തകൻ്റെ എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ഇതുവരെ ലഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഇവിടെ വേണ്ടത് ഈ ഹാർബർ വന്നു കഴിഞ്ഞാൽ ഈ കരയിൽ ചേരുന്ന അല്ലെങ്കിൽ കരയിലേക്ക് വരുന്ന കടൽ തീർത്തും ഇല്ലാതാവും. കാരണം ഈ ഹാർബറിൻ്റെ അകത്തെ ഭിത്തി ഇതിനെയൊക്കെ തടുത്തു നിർത്തുന്നതാണ്. ശക്തമായ കടലാക്രമണത്തിൽ ഭൂമി നഷ്ടപ്പെട്ടതിന് പുറമെ സ്വന്തം സ്ഥലത്തിന് നികുതി അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനത. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നതിനാൽ മത്സ്യലഭ്യത തന്നെ കുറയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അജാനൂരിലെ ഹാർബർ നിർമ്മാണവും എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. ജില്ലയിൽ കസബ, അജാനൂർ, കൊയ്പ്പാടി, ഉപ്പള, തൈക്കടപ്പുറം, തൃക്കണ്ണാട്, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഇതിനോടകം നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടിലാണ് തീരദേശവാസികൾ. മാളവിക രാംദാസ്, സിറ്റി ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൗതുക കാഴ്ചയായി കുട്ടിക്കച്ചവടക്കാർ. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഇത്തരം കാഴ്ചകൾ നൽകുന്നത്. സ്കൂൾ അവധിയായതിനാൽ കുഞ്ഞു കച്ചവടക്കാർ താരമാവുകയാണിവിടെ. കാഞ്ഞങ്ങാട് നഗരത്തിലെ കൗതുക കാഴ്ച കാണാം. വീണ്ടും ഒരു അധ്യയന സ്കൂൾ കാലം ജൂൺ 2 ആരംഭിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായുള്ള അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ നിരവധി ഒഴിവുകാല കളികളിലും വിനോദങ്ങളിലും യാത്രകളിലും ഏർപ്പെട്ട് സജീവമായിരുന്നു. എന്നാൽ ഒരു കൂട്ടർ തങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്കായി സ്വരൂപിക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു. എങ്ങനെയാണ് ഇവർ കുട്ടിക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്? അജാനൂർ പടിഞ്ഞാറേക്കര ടർഫ് കോർട്ടിന് സമീപമായി ചിത്താരി ഇമായത്ത് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് റബീഹ്, മടിയൻ KHM സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുയുത്തി, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാദ് ഫസൽ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫറാസ് എന്നിവർ ചേർന്നാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. വിവിധ തരം മിഠായികൾ, ചാമ്പങ്ങ, മാങ്ങ ഉപ്പിലിട്ടത്, കക്കിരി തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവരുടെ കച്ചവട ശേഖരത്തിലുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരികളിൽ അടിമപ്പെടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണെന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു.
ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ പിഞ്ചുമക്കൾ ഇവിടെ ഈ കക്കിരി അച്ചാറ് വരട്ടി വിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ മക്കൾ ചെയ്യുന്നത് ലഹരിക്കെതിരായിട്ട് പോരാടുന്ന ഞാൻ ഒരു പഞ്ചായത്ത് 18-ാം വാർഡിൽ മെമ്പറാണ്. ഞാൻ ലഹരിക്ക് വേണ്ടി എപ്പോഴും ഞാൻ എവിടെ എത്തിയാലും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഈ പിഞ്ചുമക്കൾ സ്കൂൾ പുസ്തകം മേടിക്കാൻ വേണ്ടിയാണ് ഈ റോഡിൽ ഈ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾ ഇത് വരേണ്ട ഇതെന്ത് ആശയം? ബുക്കെല്ലാം വാങ്ങാൻ. അപ്പോൾ നല്ലൊരു ഇത് തന്നെ. നിങ്ങളെപ്പോലത്തെ കൊച്ചുമക്കളാണ് തലമുറയായിട്ട് വരേണ്ടത്. അപ്പോൾ നല്ല ഇതായിട്ട് പോകണം നിങ്ങൾ, അല്ലേ? തെക്കേപ്പുറത്തും ഇങ്ങനെയൊരു കുട്ടിക്കച്ചവടക്കാരെ കണ്ടു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാസിത്ത്, ക്രസന്റ് സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന റൈഹാൻ, ഫവാസ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ്, KHM സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബസാദ് എന്നിവരാണ്. ഒഴിവുകാല വിനോദത്തോടൊപ്പം തങ്ങളുടെ പഠിത്തത്തിനായുള്ള പുസ്തകങ്ങൾ വാങ്ങാനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. കച്ചവടം നടക്കാനുള്ള കാരണം സ്കൂളിലത്തെ ബുക്കെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ പേര് റിയാദാണ്, പിന്നെ അവൻ്റെ പേര് റാസി. നമ്മൾ 3 ആൾ കച്ചവടം നടത്തുന്നതാണ് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്ത്, പിന്നെ 2 ചെക്കന്മാരുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഫസലും ഫറാസും സുയൂത്തിയുമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപം എക്വേഷ്യ മരം കടപുഴുകി വീണു. മംഗളൂരു ഭാഗത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നു പോകും മുമ്പായിരുന്നു സംഭവം. മരക്കൊമ്പ് പാളത്തിലേക്ക് പതിക്കാഞ്ഞതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ശനിയാഴ്ച രാവിലെ 11:20ഓടെയാണ് സംഭവം. പയ്യന്നൂർ സ്റ്റേഷൻ വിട്ട് പടിഞ്ഞാറ് ട്രാക്കിലൂടെ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് മരച്ചില്ലകൾ ട്രാക്കിനടുത്ത് കിടക്കുന്നത് ലോക്കോ പൈലറ്റ് കണ്ടത്. ട്രെയിൻ നിർത്തി പയ്യന്നൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. പൊട്ടിയ റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പൊട്ടിയ റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രതിഷേധിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പ്രതിഷേധ പരിപാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ കാണുന്നത് പോലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ പേടിയോടെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. എവിടെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് വീഴുക, ഏത് ഗർത്തത്തിലേക്കാണ് നമ്മൾ ചെന്ന് പതിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പേടിയാണ്. വാഹനം ഓടിക്കാൻ തന്നെ വളരെ പേടിച്ചുകൊണ്ടാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത്. ഇത്രയേറെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഈ മഴ വരുന്നതിന് 2 ദിവസം മുമ്പേ നമുക്കൊക്കെ അറിയാവുന്ന മരുമകൻ റിയാസ് പറഞ്ഞത്, ഞങ്ങൾ റോഡുണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരാണ് ഈ റോഡുണ്ടാക്കിയത് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി റിയാസ് പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി, ജില്ലാ സെക്രട്ടറി MP നൌഷാദ്, യൂനുസ് വടകരമുക്ക്, വാർഡ് കൗൺസിലർ K മുഹമ്മദ് കുഞ്ഞി, റഷീദ് ഹോസ്ദുർഗ്, മുത്തലിബ് കൂളിയങ്കാൽ, ആസിഫ് ബല്ല, ആബിദ് ആറങ്ങാടി, AK മുഹമ്മദ്, T കാദ്, M ബഷീർ ഹംസ, മുഹമ്മദ് ഷക്കീർ, ഉനൈസ്, അജ്മൽ എന്നിവർ നേതൃത്വം നൽകി. ജബ്ബാർ ചിത്താരി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാവും. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ സമാപനം ഞായറാഴ്ച നടക്കും. യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു.
ആളുകളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. കീക്കാനം മഹാമായ ക്ഷേത്രത്തിൽ നിന്നുമാണ് സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ടത്. രുക്മിണി സ്വയംവര, തിരുവാതിര തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് ആളുകൾ ദിവസവും സപ്താഹത്തിൽ പങ്കെടുക്കാനെത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം മെയ് 26 മുതൽ 28 വരെ തീയതികളിൽ തൃക്കരിപ്പൂരിൽ നടക്കും. വടക്കേക്കോവൽ MTP ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയത്തിൽ അംഗത്വ ക്യാമ്പയിൻ പൂർത്തീകരിച്ചാണ് MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. നിയോജക മണ്ഡലത്തിൽ 55 ശാഖാ കമ്മിറ്റികളും 8 പഞ്ചായത്തിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും കമ്മിറ്റികൾ രൂപീകൃതമായ ശേഷം നടക്കുന്ന മണ്ഡലം സമ്മേളന നഗരിയിൽ 26 വൈകുന്നേരം പതാക ഉയരും. 4 മണിക്ക് റമീസ് ഒളവറയുടെ ഖബർ സിയാറത്തോടുകൂടി ഉടുമ്പൻതലയിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. 5 മണിക്ക് സമ്മേളന നഗരിയിലെത്തും. മെയ് 27 രാവിലെ 9 മണിക്ക് തൃക്കരിപ്പൂർ MTP ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സൈക്കിളിൽ ഒറ്റ ടയറിൽ യാത്ര നടത്തിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഷാനിദ്, അതുപോലെ യാത്ര നടത്തുന്ന ഹർഷിദ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികളായ AGC ബഷീർ സാഹിബ്, അതുപോലെ TC റഹ്മാൻ സാഹിബ്, മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് റൌഫായ് സാഹിബ്. വൈകുന്നേരം 3 മണിക്ക് ഹിഷാം അങ്ങാടിപ്പുറം നടത്തുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമും അതിനുശേഷം നിയോജകമണ്ഡലം MSFന്റെ വിദ്യാർത്ഥി റാലിയോടും കൂടിയാണ് പ്രോഗ്രാം. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരൻ മുഖ്യപ്രഭാഷണം നടത്തും. MSFന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ സമ്മേളനത്തിന്റെ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കും. വൈകുന്നേരം 3 മണിക്ക് ഹിഷാം അങ്ങാടിപ്പുറം നടത്തുന്ന സംഗീത പരിപാടി അരങ്ങേറും. 4 മണിക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി 1000-ൽ പരം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും. മെയ് 28 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പടന്ന മുസ്ലിം ഓഫീസിൽ നിയോജകമണ്ഡലം കൗൺസിൽ മീറ്റ് നടക്കും. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, മണ്ഡലം പ്രസിഡന്റ് P മുഹമ്മദ് റാഹിൽ, ജനറൽ സെക്രട്ടറി ഉസ്മാൻ പോത്താംകണ്ടം, ട്രഷറർ ഷാനിദ് പടന്ന, മുസബിർ കക്കുന്നം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിങ്ങുകൾ അധികൃതർ തടയുമെന്നും അധികൃതർ പറഞ്ഞു. തൃക്കരിപ്പൂർ ടൗണിൽ ട്രാഫിക് സംവിധാനം കർശനമാക്കുവാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറാത്തതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ബസ്സുടമസ്ഥ സംഘടന ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടത്. തൃക്കരിപ്പൂരിലെത്തുന്ന മുഴുവൻ ബസ്സുകളും രാത്രി 7 മണി വരെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കണം. ബസ്സുകൾ കയറുന്നതിന് തടസ്സമായി നിൽക്കുന്ന അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും ധാരണയായി. ബീരിച്ചേരി മുതൽ തങ്കയമുക്ക് വരെയുള്ള റോഡരികിലുള്ള അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ഇനി മുതൽ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ, ചന്ദേര SI M സുരേഷൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TV ഗിരീഷ്, വില്ലേജ് ഓഫീസർ TV സന്തോഷ് കുമാർ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ M അസിന, AV പ്രദീപ് കുമാർ, T ലക്ഷ്മണൻ, V രതീഷ് കുമാർ, C രവി, PV പത്മനാഭൻ, KV രവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡിന്റെ അഭിമാന താരമായി ദേവിക P. +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ 1200-ൽ 1200 നേടി കാസർഗോഡിന്റെ യശസ്സുയർത്തിയ ദേവിക P കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കരയിലെ നിവാസിയാണ്. കാസർഗോഡിന്റെ അഭിമാന താരമായി ദേവിക P +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ 1200-ൽ 1200 മാർക്ക് നേടി കാസർഗോഡിന്റെ യശസ്സുയർത്തിയ ദേവിക കാഞ്ഞങ്ങാട് പടിഞ്ഞാറേക്കരയിലെ നിവാസിയാണ്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ദേവിക. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും 1200-ൽ 1200 മാർക്ക് കരസ്ഥമാക്കിയ ദേവികയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഫുൾ മാർക്ക് കിട്ടിയില്ലേ? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് ആദ്യം തന്നെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും, അതുപോലെ തന്നെ ഞാൻ +1 അതുപോലെ തന്നെ +2-ലും
ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു VR എഡ്യൂക്കേഷനിൽ. അവിടുത്തെ എല്ലാവർക്കും അവരുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. മുഴുവൻ മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, എന്നാലും എവിടെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാസർഗോഡിന്റെ അഭിമാന താരത്തിന്റെ കൂടിയാണ് ഞങ്ങൾ ഉള്ളത്. കാരണം കാസർഗോഡ് സയൻസ് ബാച്ചിൽ ഒരാൾക്ക് മാത്രമേ മുഴുവൻ മാർക്കുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ് ദേവു. താങ്ക് യു. പിന്നെ ഇനി എന്താവാനാണ് ആഗ്രഹം? നെക്സ്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണ്. TV കുഞ്ഞികൃഷ്ണന്റെയും കാഞ്ഞങ്ങാട് സിറ്റി ആശുപത്രി ജീവനക്കാരി KV സുജാതയുടെയും മകളാണ് ദേവിക. +1 10 +2 മൊത്തം മുഴുവൻ മാർക്കാട്ടോ. അപ്പൊ ആള് അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കാസർഗോഡിന്റെ ഒരേ താരമല്ലേ ഇപ്പൊ നിൽക്കണേ. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പം എല്ലാ കുട്ടികൾക്കും +2 മാർക്ക് എടുക്കാൻ എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടണമെന്നില്ലല്ലോ. അവരോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് ദേവുന്റെ എന്താ പറയാ, ദേവ് പറയുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ മാക്സിമം ട്രൈ ചെയ്താൽ അവരുടെ കഴിവിനൊത്ത ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും ഫുൾ മാർക്കിൽ എത്തണം എന്ന് പറയുന്നത് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. അപ്പൊ അത് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് അതെ. അല്ലാണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയായിട്ടില്ല. പക്ഷെ ഒരു മെസ്സേജ് അവർക്ക് എന്താ കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുമല്ലോ. ഒന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യാ, അപ്പൊ നമുക്കെല്ലാം സാധിക്കാൻ പറ്റും. എല്ലാതിന്റെ വഴിക്ക് വരും. പഠിക്കാനുള്ള തൻ്റെ അതിയായ ആഗ്രഹവും എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് നേടണമെന്ന വാശിയും ദേവികയ്ക്ക് 1200-ൽ 1200 മാർക്ക് നേടാൻ സാധിച്ചു. വെള്ളിക്കോത്ത് പി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10ലും മുഴുവൻ വിഷയത്തിലും A+ നേടിയിരുന്നു. എഞ്ചിനീയർ ആകാനാണ് ദേവികയുടെ ആഗ്രഹം. ഇത് കിട്ടുന്ന നിമിഷം നമ്മൾ എക്സാമിനൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ചെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, കുറച്ച് സമയം നമുക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മാർക്ക് എടുക്കാൻ പറ്റും അല്ലേ ദേവ്? പക്ഷെ ദേവ് കുറേ സമയം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിജയമാണ് ശരിക്കും കാണാനും കഴിഞ്ഞത്. അപ്പോൾ ഈ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ക്യാമറാമാൻ ബാലകൃഷ്ണൻ പാലക്കിയോടൊപ്പം ദേവിക പുരുഷോത്തമൻ. സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന ആരംഭിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായാണ് വാഹനങ്ങളുടെ പരിശോധന നടത്തിയത്. സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന ആരംഭിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് സബ് RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശോധന RTO സജീവ് പ്രസാദ് GS ഉദ്ഘാടനം ചെയ്തു. വർഷ ആരംഭത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് ഇന്നും അടുത്ത ബുധനാഴ്ചയും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നെത്തിയ വാഹനങ്ങൾ രാവിലെ മുതൽ ബഹുമാനപ്പെട്ട RTO യുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു. RTO ഉദ്ഘാടനം ചെയ്ത ഈ പരിശോധന ഇന്ന് ഉച്ചവരെ നീണ്ടു നിൽക്കുന്നതാണ്. പ്രധാനമായി ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ ബസ്സുകളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, കാര്യക്ഷമതയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ബുധനാഴ്ച ഇതേ ഗ്രൗണ്ടിൽ വെച്ച് ബാക്കിയുള്ള വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് കരസ്ഥമാക്കിയ വാഹനങ്ങൾ സാധാരണ രീതിയിൽ ഓരോ വർഷമോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഫിറ്റ്നസ് എടുത്ത വാഹനങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഫിറ്റ്നസ് എടുക്കാൻ ബാക്കിയുള്ള വാഹനങ്ങൾ ഈ തുടർ ആഴ്ചകളിൽ സാധാരണ രീതിയിലുള്ള ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാസം ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളുടെ രേഖകളെല്ലാം ഓഫീസിൽ സമർപ്പിച്ച് അതിന് വേണ്ട ചെക്ക്ഡ് സ്റ്റിക്കർ ഓഫീസിൽ നിന്ന് നൽകുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ M വിജയൻ, KV ജയൻ, പ്രവീൺ കുമാർ, ഗിജേഷ് T, ഡ്രൈവർ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്കായി ഹാജരായ 70 വാഹനങ്ങളിൽ ടയർ തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറിലുള്ളതും സീറ്റുകൾ ശരിയായ രീതിയിൽ ഇല്ലാത്തതും സ്പീഡ് ഗവർണർ പ്രവർത്തിക്കാത്തതും ലൈറ്റുകൾ വൈപ്പർ തുടങ്ങിയവ പ്രവർത്തിക്കാത്തതുമായ 16 വാഹനങ്ങൾ തിരിച്ചയച്ചു. അവ ശരിയാക്കി വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ ഹാജരാക്കണമെന്ന് MVI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തലോടെ തുടക്കമായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് PT ബെന്നി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K ഹരിലാൽ, സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, പ്രശാന്ത് കാനത്തൂർ, അലോഷ്യസ് ജോർജ്, സ്വപ്ന ജോർജ്, MK പ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ P ശ്രീജ നന്ദിയും പറഞ്ഞു.
തുടർന്ന് പാഠപുസ്തക പരിഷ്കരണം, കാണാച്ചരടുകൾ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഒരു പുനർവിചിന്തനം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. സംഘടനാ ചർച്ചയ്ക്ക് ശേഷം കൾച്ചറൽ പ്രോഗ്രാമോടുകൂടി ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിച്ചു. ഞായറാഴ്ച ക്യാമ്പിന് സമാപനമാകും. സമാപന സമ്മേളനം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാങ്ങാട് മോലത്തുങ്കാൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. നടപ്പന്തൽ സമർപ്പണത്തിന്റെയും ഭഗവത്ഗീത ജ്ഞാനയജ്ഞാരംഭത്തിന്റെയും ഉദ്ഘാടനം അരവത്ത് KU പത്മനാഭ തന്ത്രികൾ നിർവഹിച്ചു. മെയ് 23 മുതൽ 30 വരെ നടക്കുന്ന മാങ്ങാട് മേലോത്തുങ്കൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം താലപ്പൊലിയുടെയും ഭജനാലാപനത്തിന്റെയും അകമ്പടിയിൽ അരവത്ത് KU പത്മനാഭ തന്ത്രി, വയനാട് അദ്വൈതാശ്രമം സ്വാമി ഹംസാനന്ദപുരി എന്നിവർക്ക് ക്ഷേത്രത്തിലേക്ക് വരവേൽപ്പ് നൽകി. തുടർന്ന് ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയും ഭജനസമിതിയും ചേർന്നൊരുക്കിയ നടപ്പന്തൽ സമർപ്പണത്തിന്റെയും ഭഗവത്ഗീതാജ്ഞാന യജ്ഞാരംഭത്തിന്റെയും ഉദ്ഘാടനം അരവത്ത് KU പത്മനാഭ തന്ത്രികൾ നിർവഹിച്ചു. വരെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് സ്വാമി ഹംസാനന്ദപുരി കാർമ്മികത്വം വഹിക്കും. 27 രാത്രി 8 മണിക്ക് സർവൈശ്വര്യ വിളക്ക് പൂജ, 28 രാത്രി 9 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പരിസരവാസികളുടെ നൃത്ത കലാപരിപാടികൾ, 29 രാവിലെ 9:15 നാഗപ്രതിഷ്ഠ വാർഷിക ഭാഗമായി മുരളീധരൻ കാർത്തായയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ നടക്കും. 7:30 ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ ക്ഷേത്ര പരിസരത്തെ വിദ്യാർത്ഥികളെ അനുമോദിക്കും. തുടർന്ന് വിദ്യാഭ്യാസ സമിതിയുടെ കീഴിൽ ക്ഷേത്രത്തിൽ നൃത്തം അഭ്യസിച്ചു വരുന്നവരുടെ അരങ്ങേറ്റം. സമാപന ദിവസമായ 30 രാവിലെ സ്വാമി ഹംസാനന്ദപുരി ആധ്യാത്മിക പ്രഭാഷണം നടത്തും. വൈകുന്നേരം 7 മണിക്ക് പനയാൽ മോഹനമാരാരും സംഘവും ഇരട്ടത്തായമ്പക അവതരിപ്പിക്കും. 8 മണിക്ക് അത്താഴപൂജയ്ക്കും ശ്രീഭൂതബലിക്കും കട്ടപൂജയ്ക്കും ശേഷം നൃത്തോത്സവത്തോടെ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയററ്റിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മലയാള കന്നഡ നാടകോത്സവം ശ്രദ്ധേയമായി. അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മലയാളം കന്നഡ നാടകോത്സവം വിദ്യാനഗറിലെ ചിന്മയ തേജസ് ഹാളിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നാടകങ്ങളുടെ പുതിയ വസന്തകാലത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് നാടകം? നാടിൻ്റെ ഉൾക്കാഴ്ച മനസ്സിലാക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് പണ്ടേ കൊണ്ട് നടന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിതം അടയാളപ്പെടുത്താനുള്ള ഒരു വിഷയം കൂടിയാണ് നാടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ 2 ദിവസത്തെ നാടകോത്സവം അതിഗംഭീരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാടകകൃത്തും നിരൂപകനുമായ EP രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി അംഗങ്ങളായ രാജ്മോഹൻ നീലേശ്വരം, സന്തോഷ് കീഴാറ്റൂർ, സഹീർ അലി, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി ഉമേഷ് M സാലിയാൻ, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, GB വത്സൻ എന്നിവർ സംസാരിച്ചു. TA ഷാഫി സ്വാഗതവും PV രാജൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംവിധായകരായ സന്തോഷ് കീഴാറ്റൂർ, ഹുളികപ്പ കട്ടിമണി എന്നിവരെ ആദരിച്ചു. തുടർന്ന് ജൊത്തെഗിറുവവനു ചന്ദിര കന്നഡ നാടകവും ശനിയാഴ്ച സന്തോഷ് കീഴാറ്റൂരിന്റെ പെൺനടൻ എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷത്തിന് മുന്നോടിയായി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണ സംവിധാനം. ദേശീയപാത കടന്നുപോകുന്ന 56 ഇടങ്ങളിൽ അപകട സാധ്യത പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായതോടെ തീരദേശവാസികൾ ആശങ്കയിൽ. മിക്കയിടങ്ങളിലും കടൽ ഭീതി ഇല്ലാത്തതിനാൽ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നു. മുൻ വർഷങ്ങളിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. കൗതുക കാഴ്ചയുമായി കുട്ടിക്കച്ചവടക്കാർ. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഇത്തരം കാഴ്ചകൾ നൽകുന്നത്.
ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപം അക്വേഷ്യ മരം കടപുഴകി വീണു. മംഗളൂരു ഭാഗത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നു പോകും മുമ്പായിരുന്നു സംഭവം. പൊട്ടിയ റോഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്ന നാഷണൽ ഹൈവേ 66 കൂളിയങ്കാൽ റോഡിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാവും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.